ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് മാസ്റ്റർ ക്ലാസിന്റെ 9ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് എക്കണോമിക്സ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. മാസ്റ്റർ ക്ലാസിന്റെ പ്രത്യേകത വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ കോർ ടോപ്പിക് എന്ന് നമ്മൾ വിലയിരുത്തപ്പെടുന്ന സബ്ജക്റ്റുകളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ PSC പരീക്ഷയ്ക്ക് കിട്ടണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മാസ്റ്റർ ക്ലാസ്. മാസ്റ്റർ ക്ലാസ്സിലെ ടോപ്പിക്കുകളെല്ലാം തന്നെ ഏറ്റവും നന്നായി പഠിക്കുകയും അതിനെ എത്ര തവണ നമുക്ക് റിവൈസ് ചെയ്യാൻ കഴിയുമോ അത്രയും തവണ റിവിഷൻ കൊടുത്തിട്ടേ പോകാം. റിവിഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ അതിനെ ഉൾക്കൊള്ളും. റിവിഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും മനസ്സിൽ മറക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ തവണ റിവൈസ് ചെയ്ത് നമുക്ക് ടോപ്പിക്കുകളെ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എക്കണോമിക്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആസൂത്രണ കമ്മീഷനെ കുറിച്ചാണ്. ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്ലാനിങ്. നമുക്കത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്ലാൻ ചെയ്യുക. PSCക്ക് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. PSCക്ക് പഠിക്കാൻ പോവുകയാണെന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പെട്ടെന്ന് കയറി അങ്ങ് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്ന ക്ലാസ്സുകളുടെ ഒരു ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പരസ്യം കണ്ടിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചിട്ട് പഠിക്കുക എന്നുള്ളതല്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എങ്ങനെ ഒരു ജോലി നേടാൻ വേണ്ടി പഠിക്കാം, നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മുടെ വീട്ടിൽ എത്ര നേരം നമുക്ക് ജോലിയുണ്ട്, നമുക്ക് എത്ര കുട്ടികളുണ്ട്, ആ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, അല്ലെങ്കിൽ ബാക്കി വീട്ടിൽ ഉള്ള ആൾക്കാർക്കൊക്കെ അസുഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ PSC പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ ഓരോന്നാണ്. ചില ആൾക്കാർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് 10 മണിക്കൂറും 15 മണിക്കൂറൊക്കെ പഠിക്കാൻ കഴിയും. പക്ഷെ നമുക്ക് അങ്ങനെ പഠിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ പഠിക്കണം എന്നില്ല, ഇത്രയും സമയമൊക്കെ പഠിക്കണമെന്നില്ല. നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഒരു മോട്ടിവേഷൻ ഞാൻ തരാം. ഓക്കെ, മോട്ടിവേഷൻ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ കുറെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തരാം. വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ന് എക്കണോമിക്സിലാണ് നമ്മൾ ടോപ്പിക് എടുക്കുന്നത്. നമുക്ക് ഇതിനു മുമ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറെ ടോപ്പിക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയാം ഏതൊക്കെ ടോപ്പിക് എടുത്തിട്ടുണ്ടെന്നുള്ളത് ക്ലാസ്സിന്റെ ഇടയിൽ പറയാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ദേശീയ ആസൂത്രണ കമ്മിറ്റി. ദേശീയ ആസൂത്രണ കമ്മിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ആരുടെ നേതൃത്വത്തിലാണ്, ആരുടെ അധ്യക്ഷതയിലാണ് ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം, ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ്. ഇത് എപ്പോഴാണ്? അതായത് നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട INCയുടെ സമ്മേളനങ്ങളുടെ പ്രാധാന്യം. INC സമ്മേളനം, ഹരിപുര INC സമ്മേളനം, ഒട്ടേറെ പ്രത്യേകതകളുള്ള INCയുടെ ഒരു സമ്മേളനമാണ് 1938 ഹരിപുര സമ്മേളനം. ആ സമ്മേളനത്തിനാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നത്. ആരുടെ നേതൃത്വത്തിൽ? ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നത് 1938 ഹരിപുര സമ്മേളനം. മറന്നു പോകരുത്. ആദ്യം തന്നെ നമ്മളൊരു മുട്ടായി പോയിന്റ് പഠിച്ചിരിക്കുകയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് 1938 INCയുടെ ഹരിപുര സമ്മേളനം, അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം കൊണ്ടുവരുന്നത് മേഘനാഥ് സാഹ ആണ്. അത് മറന്നുപോയത്. ഇപ്പൊ 2 പോയിന്റ് പഠിച്ചല്ലോ. ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട പോയിന്റ് പഠിച്ചു, മേഘനാഥ് സാഹയും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ആസൂത്രണ കമ്മിറ്റിയുടെ നിലവിൽ വന്നതിന് ശേഷം അതിന്റെ പിന്തുടർച്ച എന്നോണം 1946 ഇടക്കാല ഗവൺമെന്റ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ഉണ്ടാക്കി. ഈ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനായിരുന്നു KC നിയോഗി. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാനായിരുന്നു നിയോഗി. ഈ ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ പദ്ധതി പ്രകാരം ഈ ഒരു സംഭവം വന്നപ്പോ തുടക്കത്തിൽ ഭയങ്കരമായി പ്രവർത്തനങ്ങളൊക്കെ ത്വരിതമായിട്ട് നടന്നെങ്കിലും 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഇച്ചിരി സ്ലോ ആയി. തുടർന്ന് ഈ കമ്മിറ്റിയുടെ ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത് 1948-49 കാലഘട്ടങ്ങളിലാണ്. അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് ദേശീയ ആസൂത്രണ കമ്മിറ്റിയെ കുറിച്ചാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ആളിന്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് എന്നാണ്. അപ്പോ ആശയം ആരുടേതായിരുന്നു? എപ്പോഴാണ് നിലവിൽ വന്നത്?
ആരാണ് ഈ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്? ഇതെല്ലാം വ്യക്തവും സ്പഷ്ടവും ആണ്. ഓക്കെ, സമാന്തര ക്യാബിനറ്റ് അതേപോലെ തന്നെ ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല്. ഒരു രാജ്യം വളരണമെങ്കിൽ അതിന് കൃത്യമായ ഒരു പ്ലാനിങ് വേണം. 2015 മുതൽ ജനുവരി 1 മുതൽ ഈ ഒരു ദേശീയ ആസൂത്രണ കമ്മീഷനെ നീതി ആയോഗ് എന്നാണ് പറയപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ദേശീയ ആസൂത്രണ കമ്മീഷനെ സമാന്തര ക്യാബിനറ്റ് എന്നും ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നുമൊക്കെയാണ് ഈ ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്നത്. ഈ ആസൂത്രണ കമ്മീഷന്റെ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ന്യൂഡൽഹിയിലാണ്, യോജനാ ഭവനാണ്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ ഒരു ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്. അതിന്റെ പേര് യോജനാ ഭവൻ എന്നാണ്. സമാന്തര ക്യാബിനറ്റ് എന്താ പറയുക, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നൊക്കെ പറയുന്നത് ആസൂത്രണ കമ്മീഷനെയാണ്. ഇവിടെ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണെങ്കിൽ മറ്റ് അംഗങ്ങൾ ആരൊക്കെ? ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും. പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നയിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്നതാണ് ഈ ഒരു ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആസൂത്രണ കമ്മീഷൻ ഉണ്ടാകാൻ പ്രചോദനം കിട്ടിയത് ഏത് രാജ്യത്തു നിന്നാണ്? ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ദേശീയ ആസൂത്രണ മാതൃകയാണെന്ന് ചോദിച്ചാൽ പറയണം സോവിയറ്റ് യൂണിയന്റെ ആസൂത്രണ മാതൃക പിൻപറ്റിക്കൊണ്ടാണ്, അതിനെ കോപ്പിയടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അത് രൂപീകരിക്കാൻ സഹായിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അങ്ങനെ ഒരു ആശയം എന്ന് പറയുന്നത് സാഹയുടേതാണ്, മേഘനാഥ് സാഹയുടേതാണ്. അത് നിലവിൽ വരുമ്പോൾ ഹരിപുര സമ്മേളനത്തിലാണ്. 1938 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലുള്ള സമ്മേളനമാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. അല്ലെങ്കിൽ അത് നിലവിൽ വരുന്നത് അപ്പോഴാണ്. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് 5 വർഷത്തെ പദ്ധതികളിലൂടെയാണ്. 5 ഇയർ പ്ലാൻ. ഒരു രാജ്യത്തിൽ ആകെ മൊത്തമുള്ള വികസനം 5 വർഷത്തെ പദ്ധതികളിലൂടെ നടപ്പിലാക്കും. അതാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതി. അങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നത്, പഞ്ചവത്സര പദ്ധതികളിലൂടെ. അപ്പൊ നമ്മളിന്റെ തുടർച്ചയെന്നോണം പഞ്ചവത്സര പദ്ധതികൾ പഠിക്കും. കോർ ടോപ്പിക്കാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 മാർച്ച് മാസം 15-ാം തീയതിയാണ്. ഇതൊരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 മാർച്ച് മാസം 15-ാം തീയതി. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ആസൂത്രണ മാതൃകയാണെന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ. ആസൂത്രണ കമ്മീഷൻ അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്, 5 ഇയർ പ്ലാനിലൂടെയാണ്. ക്ലിയർ ആണ്? 5 വർഷങ്ങളിലൂടെ ഒരു രാജ്യത്ത് അത്യന്താപേക്ഷിതമായ മാറ്റങ്ങൾ ഏതെല്ലാമാണോ കൊണ്ടുവരേണ്ടത് അത് ആദ്യം അവർ പ്ലാൻ ചെയ്യും. ഈ 5 വർഷത്തിലൂടെ അവര് ഒരു വളർച്ചാ നിരക്ക് അവർ തീരുമാനിക്കും. അതിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങൾ അവർ ആസൂത്രണം ചെയ്യും. എന്നാൽ ചില വർഷങ്ങളിൽ ആ ഒരു അച്ചീവ്മെന്റിനേക്കാൾ അടുത്തെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലത് പല കാരണങ്ങൾ കൊണ്ടും ആ ഒരു വളർച്ചാ നിരക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയാതെയും പോയിട്ടുണ്ട്. ഓക്കെ, ആസൂത്രണ കമ്മീഷന്റെ ചുമതല എന്താണ്? ഒരു രാജ്യത്തിൽ വികസിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കുക. ആ പദ്ധതികൾ തയ്യാറാക്കി അതിന്റെ നടത്തിപ്പ് സംബന്ധിച്ച നിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കി സമർപ്പിക്കുക എന്നതാണ് ആസൂത്രണ കമ്മീഷന്റെ ചുമതലകൾ. ഒരു രാജ്യം നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെ കാര്യമായി പരിഗണിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി എന്തെല്ലാമാണോ നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ടത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു പദ്ധതികൾ തയ്യാറാക്കുക, അത് നടത്തിക്കുക, അതെങ്ങനെ നടപ്പിലാക്കാം, ഇവ സംബന്ധിക്കുന്ന കൃത്യമായ രൂപരേഖ തയ്യാറാക്കി സമർപ്പിക്കുക എന്നതാണ് ആസൂത്രണ കമ്മീഷന്റെ ചുമതല. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ്.
ആദ്യത്തെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ, ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരി ലാൽ നന്ദയാണ്. ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ CD ദേശ്മുഖ് ഉണ്ട്, PT കൃഷ്ണമാചാരിയുണ്ട്, GL മേത്തയുണ്ട്, RK പാട്ടീലും ഉണ്ട്. ഇവർ 4 പേരുമാണ് മറ്റംഗങ്ങൾ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരി ലാൽ നന്ദ. എന്നാൽ മറ്റംഗങ്ങൾ ആരെല്ലാം ഉണ്ടായിരുന്നു? ദേശ്മുഖ് ഉണ്ടായിരുന്നു, VT കൃഷ്ണമാചാരി ഉണ്ടായിരുന്നു, GL മേത്ത ഉണ്ടായിരുന്നു, RK പാട്ടീലും ഉണ്ടായിരുന്നു. അപ്പോ ആസൂത്രണ കമ്മീഷന്റെ ചുമതലകൾ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം പറയണം, വിശ്വേശ്വരയ്യ. M വിശ്വേശ്വരയ്യ. PSCയുടെ ആവർത്തന ചോദ്യമാണ്. നന്നായിട്ട് നോക്കണം, നന്നായിട്ട് പഠിക്കണം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് വിശ്വേശ്വരയ്യാണ്. എന്നാൽ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് സെപ്റ്റംബർ 15 അതായത് ഇദ്ദേഹത്തിന്റെ M വിശ്വേശ്വരയ്യയുടെ ജന്മദിനം ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം എന്തായിട്ട് ആചരിക്കുന്നത്? നമ്മുടെ ടീച്ചേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അതേപോലെ ഇവിടെ സെപ്റ്റംബർ 15 വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. അന്ന് ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നാണ് M വിശ്വേശ്വരയ്യ അറിയപ്പെടുന്നത്. ഇനി പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. അപ്പോ അതും ഓർത്തു വെക്കണം. അതേപോലെ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി സിന്ധു ശ്രീ ഗുള്ളർ ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. എന്നാൽ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. എന്നാൽ അവസാനത്തെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന സിന്ധുശ്രീ ഗുള്ളർ ആണ്. അതും ഓർത്തു വെക്കണം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ 15. അന്ന് നമ്മുടെ ദേശീയ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു എന്നും പറഞ്ഞു. ഇനി നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിക്കുന്നു 1965. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത്. ഓക്കെ, ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 2001. 1952 എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനിലൂടെ ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, NDC എന്ന് പറയും. NDC രൂപീകരിച്ചത് 1952 ഓഗസ്റ്റ് മാസം 6 NDC. അപ്പോ 1952 എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനിലൂടെ ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചതാണ് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1952 ഓഗസ്റ്റ് മാസം 6 1952 ഓഗസ്റ്റ് 6 NDC രൂപീകരിച്ചത്. NDCയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യ സമ്മേളനം നടന്നത് നവംബർ 8-നും 9-നുമാണ്. 1952 നവംബർ 8-ാം തീയതിയും 9-ാം തീയതിയുമാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. NDCയിലെ പ്രധാന അംഗങ്ങൾ 1 പ്രധാനമന്ത്രിയാണ്, 2 ക്യാബിനറ്റ് മന്ത്രിമാരാണ്, സംസ്ഥാന മന്ത്രിമാരുണ്ടാവും, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങളും എല്ലാം ചേരുന്നതാണ് NDCയിലെ അംഗങ്ങൾ. NDC രൂപീകരിക്കുന്നത് ഓഗസ്റ്റ് മാസം 6 തീയതിയാണ്. 1952 NDCയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. NDCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് നവംബർ 8-9 തീയതികളിലാണ്. 1952 നവംബർ 8-9 തീയതികളിലാണ്. ഈ NDCയിലെ പ്രധാന അംഗങ്ങൾ പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അഡ്മിനിസ്ട്രേറ്റർ, അതേപോലെ പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ. 2015 ജാനുവരി മാസം 1-ാം തീയതി മുതൽ 2015 ജാനുവരി മാസം 1-ാം തീയതി മുതൽ ആസൂത്രണ കമ്മീഷന്റെ പേര് മാറി.
ആസൂത്രണ കമ്മീഷൻ എന്നുള്ള പേര് 2015 ശേഷം ഇല്ല. അതിനുശേഷം നമ്മൾ എന്താ കേട്ടു തുടങ്ങിയത്? നീതി ആയോഗ് എന്നാണ്. നീതി ആയോഗ് എന്ന പേര് മാറ്റി. എന്താണ് ഈ നീതി? എന്താണ് നീതി ആയോഗ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. നാഷണൽ, എൻ എന്ന് പറഞ്ഞാൽ എൻ സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ, ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ, ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിംഗ്, ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ആയോഗ്. ഇതിന്റെ ചുരുക്കെഴുത്താണ് നീതി ആയോഗ്. ഇനി ഈ ഒരു ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നൊക്കെയാണ് ഇതൊരു അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്ന പേരിലും ഒക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. നോക്കൂ, അജയ് ചിബ്ബർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അജയ് ചിബ്ബർ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇവല്യൂഷൻ ഓഫീസ് DG ആണ്. അജയ് ചിബ്ബറിന്റെ ശുപാർശ പ്രകാരമാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. ഇൻഡിപെൻഡന്റ് ഇവല്യൂഷൻ ഓഫീസ് DG അജയ് ചിബ്ബറിന്റെ ശുപാർശ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വരുന്നത്. അപ്പൊ 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് പൂർണ്ണമായ പേര്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് ഒക്കെ ഇതാണ്. ഇനി പറയാൻ പോകുന്നത്, പ്രധാനമന്ത്രിയാണ് ഇവിടെയും അധ്യക്ഷൻ. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയ ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതി ആയിരുന്നു, അതേപോലെ തന്നെയാണ് നീതി ആയോഗും. ഇവിടെ പ്രധാനമന്ത്രി ഉണ്ടാവും. പ്രധാനമന്ത്രിയാണ് അപ്പോഴും അധ്യക്ഷൻ എന്ന് പറയുന്നത്. പേര് മാറ്റിയെങ്കിലും പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാര് അടങ്ങുന്ന ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രി. ഇപ്പോഴാരാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അതാരാണ്? നരേന്ദ്രമോദിയാണ്. എന്നാൽ ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ CEO ആരായിരുന്നു ചോദിച്ചാൽ സിന്ധു ശ്രീ ഗുള്ളറാണ്. ഇതെല്ലാം PSC വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ സുമൻ കെ ബെറിയാണ്. സുമൻ കെ ബെറിയാണ് ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. ആദ്യത്തെ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയ. ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സുമൻ കെ ബെറിയാണ്. എന്നാൽ നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി ആണ്. ഓക്കെ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം നിലവിലെ നീതി ആയോഗിന്റെ നിലവിലെ CEO ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മുഴുവൻ സമയ അംഗങ്ങൾ PK സരസ്വത്, രമേശ് ചന്ദ്, PK പൗൾ, അരവിന്ദ് വിർമണി ഇവരൊക്കെയാണ് മുഴുവൻ സമയ അംഗങ്ങൾ. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ. ഇത്രയും പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, ഇന്ദർജിത് സിംഗ്, വീരേന്ദ്രകുമാർ, അശ്വിനി വൈഷ്ണവ്. ഇതാണ് പ്രത്യേക ക്ഷണിതാക്കൾ. ക്ലിയർ ആണ്. അപ്പം നീതി ആയോഗ് നല്ല ഗംഭീരമായിട്ടൊന്ന് പഠിച്ചിട്ട് പോണേ. നമ്മുടെ മാസ്റ്റർ ക്ലാസ് എല്ലാവരും ഫോളോ ചെയ്യണേടാ. പിന്നെ അതേപോലെ തന്നെ സയൻസിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അതിഗംഭീരമായിട്ട് ഏതൊക്കെ എടുത്തു? ഇപ്പൊ നമ്മൾ ജനിതക ശാസ്ത്രം എടുത്തു, പീരിയോഡിക് ടേബിൾ എടുത്തു, അത് കഴിഞ്ഞിട്ട് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ട് എടുത്തു. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ക്ലാസ്സിനും നല്ലപോലെ സപ്പോർട്ട് തരണം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. ഒരു കമന്റ് ഇടാതെ ഒരിക്കലും ഈ ക്ലാസ് ഇന്ന് പോകരുത്. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.